ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഏറ്റവും പോപ്പുലർ എന്ന് പറയാൻ കാരണം നിലവിലുള്ള ഒക്ടോബർ മാസം വരെയുള്ള മൊത്തം ഈക്വിറ്റി ഫണ്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം AUM അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് സ്കീം. HDFC, ICICI, നിപ്പോൺ പോലെയുള്ള വലിയ ഫണ്ട് ഹൗസുകളുടെ പല സ്കീമുകളും ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഈ ഒരു സ്കീമിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ഒക്ടോബർ മാസത്തെ AUM നോക്കുകയാണെങ്കിൽ 81,000 കോടിക്ക് മുകളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഏറ്റവും കൂടുതലുള്ള ഫണ്ട് ഒരു നല്ല ഫണ്ടാണ് എന്ന് അതിനർത്ഥമില്ല. തീർച്ചയായിട്ടും വലിയ ഫണ്ട് സൈസ് ആകുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഫണ്ട് മാനേജേഴ്സിന് വലിയ തോതിലുള്ള സ്ട്രഗിൾ നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ആ ഫണ്ടുകളുടെ പെർഫോമൻസ് ബാധിക്കാറുണ്ട്. ഈ 81,000 കോടിക്ക് മുകളിലൊക്കെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വരുന്നതിന്റെ കാരണം ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിനോടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അത്രക്കും പോസിറ്റീവായ പ്രതികരണം കൊണ്ടാണ്. അപ്പോൾ ഇത് ശരിവെക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ കാണാൻ കഴിയും. സ്റ്റോക്ക് മാർക്കറ്റ് ആടി വലഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാ മ്യൂച്വൽ ഫണ്ടും പോലെ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടും താഴോട്ടേക്ക് വന്നിരുന്നു. ഈ ഫ്ലെക്സി ക്യാപ്പ് കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഫണ്ട് പോലും പോസിറ്റീവ് റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ആവറേജ് പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുടെ റിട്ടേൺ എന്ന് പറയുന്നത് -12.53 മുതൽ -2.43 വരെയാണ്. വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതിരുന്നത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ റിട്ടേൺ ആണ് -2.43 എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ആ ഒരു റിട്ടേൺ നമ്മൾ നിഫ്റ്റി 50യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു മാസം നമുക്കറിയാം നിഫ്റ്റി -4.92 ഓൾമോസ്റ്റ് 5% ഡൗൺ ആയിരുന്നു. എന്നാൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ റിട്ടേൺ -1.72% ആണെന്ന് ഗൂഗിൾ ഫിനാൻസിൻ്റെ ഡാറ്റ വെച്ച് നമുക്കിവിടെ കാണാൻ കഴിയും. നിഫ്റ്റിയുടെ ഫോളിൻ്റെ അത്ര മാരകമായ ഫോള് ഈ മ്യൂച്വൽ ഫണ്ടിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി കാരണമായത്. ഈ പരാഗ് പരീഖിൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത അതിന് ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ വളരെ കൂടുതലാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിൽ, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ വലിയ തോതിലുള്ള കെയർ എടുക്കുന്നുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാഗ് പരീഖിൻ്റെ ആ ഒരു ഫണ്ട് മാനേജേഴ്സിൻ്റെ നമ്മൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് 5 പ്രമുഖ ഫണ്ട് മാനേജേഴ്സിനെ കാണാൻ കഴിയും. അപ്പോൾ ഇവരെ ലീഡ് ചെയ്യുന്നത് മിസ്റ്റർ രാജീവ് തക്കറാണ്. അദ്ദേഹമാണ് ഈക്വിറ്റി ഫണ്ട് മാനേജ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഫണ്ട് തുടങ്ങിയ കാലം മുതൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഈ ഓവർസീസ് മാർക്കറ്റിൽ ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആമസോൺ, അതുപോലെ ആൽഫബറ്റ്, മെറ്റ പോലെയുള്ള US സ്റ്റോക്കുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റോനക് ഓൻകാർ എന്ന് പറയുന്ന ഫണ്ട് മാനേജറാണ്. അതുപോലെ രാജ് മേത്ത എന്ന് പറയുന്ന ഫണ്ട് മാനേജറും ഈ ഡെറ്റ് ഫണ്ടുകളും മിസ്റ്റർ റുക്കുൻ താരചന്ദനി, രാജീവ് തക്കറുടെ പോലെ തന്നെ ഈക്വിറ്റി ഫണ്ടുകളും കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജറാണ്. അതുപോലെ മാൻസി കേരിയ എന്ന് പറയുന്ന മറ്റൊരു ഫണ്ട് മാനേജറും ഡെറ്റ് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇവരുടെ ഫണ്ട് മാനേജേഴ്സ്. അപ്പോൾ ഇവരിൽ പ്രധാനപ്പെട്ട ഈ 3 ഫണ്ട് മാനേജേഴ്സ്, രാജീവ് ടക്കർ, അതുപോലെ റോണക് ഓൺകാർ, അതുപോലെ രാജ് മേത്ത, ഇവരൊക്കെ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സാണ്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് അത് ഒരു പ്രധാന കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ട് റേഷ്യോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബീറ്റ 0.71% ആണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ 0.71 എന്ന് പറയുന്നത് നല്ലൊരു ബീറ്റ വാല്യൂ ആണ്. കാരണം 1-ൽ താഴെയായിരിക്കണം എപ്പോഴും ബീറ്റ വാല്യൂ. അതായത് ബെഞ്ച് മാർക്ക് എത്ര താഴോട്ടേക്ക് പോകുന്നു അത്രത്തോളം താഴോട്ട് പോകാതിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് 1-ൽ താഴെയായിരിക്കണം ബീറ്റ വാല്യൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ബീറ്റ വാല്യൂ വളരെ എക്സലൻ്റ് ആണ്. 0.71 ആണെന്ന് കാണാൻ കഴിയും. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇതിൻ്റെ 11.08% ആണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു 10 to 20% എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതായത് ഈ ഫണ്ടിൻ്റെ ആവറേജ് റിട്ടേണുമായിട്ട് എത്രമാത്രം ഇത് വോളറ്റൈൽ ആകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 10% അടുത്ത് മാത്രമാണ് ഇതിൻ്റെ ഒരു വോളറ്റിലിറ്റി. അതുതന്നെ നല്ലൊരു പെർസെൻറ്റേജ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് ഷാർപ്പ് റേഷ്യോ ആണ്. ഷാർപ്പ് റേഷ്യോ അതായത് ഇവരെടുക്കുന്ന റിസ്കിന് ആനുപാതികമായിട്ട് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഷാർപ്പ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ആണ് അത് സൂചിപ്പിക്കുന്നത്. അത് 1-ൽ കൂടുതലാകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇവിടെ 0.84 ആണെന്ന് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒരു വർഷം ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് വളരെ പുവറായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഷാർപ്പ് റേഷ്യോ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ
അത് 11.49 എന്നുള്ള വളരെ ലോ ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർ ബൈ ആൻഡ് ഹോൾഡ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. കാരണം ഒരു 20% താഴെയുള്ള ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ആ ഒരു ഫണ്ട് മാനേജേഴ്സിന് അവർ പിക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ അത്രമാത്രം കൺവിക്ഷൻ ഉണ്ട് എന്നാണ് അതിനർത്ഥം. കാരണം അവരത് സ്റ്റോക്കുകൾ വലിയ തോതിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇതാണ് ഈ ഫ്ലക്സി ക്യാപ്പ് പരാഗ് പരീഖിൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒക്ടോബർ മാസവും സെപ്റ്റംബർ മാസവും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ടിൽ വന്ന നേരിയ ചില മാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AUM ചെറിയൊരു ഡിവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് 82,451 എന്നുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള AUM നിന്ന് 500 ക്രോസിൻ്റെ ഒരു കുറവ് വന്നിട്ടാണ് 81,918 എന്നുള്ള ഫിഗർ നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം തീർച്ചയായിട്ടും ലംസമും അതുപോലെ സിപ്പ് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ മ്യൂച്വൽ ഫണ്ടിലും കുറവ് വന്നിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും കുറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒക്ടോബറിലെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പിൽ 44 സ്റ്റോക്കുകളാണ് കാണാൻ കഴിയുക. ഇവരുടെ ടോപ്പ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൽ HDFC ബാങ്കിന് തന്നെയാണ് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. പിന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അതുപോലെ ബജാജ് ഹോൾഡിങ്സ്, കോൾ ഇന്ത്യ, ITC, ICICI ബാങ്ക്, മാരുതി സുസുക്കി, HCL ടെക്നോളജീസ്, ആക്സിസ് ബാങ്ക്, മെറ്റ പ്ലാറ്റ്ഫോം, അതുപോലെ ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ US സ്റ്റോക്കുകളും അടക്കം 12 സ്റ്റോക്കുകളാണ് 3% കൂടുതൽ ടോപ്പ് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ. ഇവരുടെ ഒരു സെക്ടർ വൈസ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം അലോക്കേഷൻ ഇവർ നടത്തുന്നത് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ തന്നെയാണ് 29.93, അതുപോലെ സർവീസസ് സെഗ്മെൻറ്റിൽ 11.66%, അതുപോലെ ടെക്നോളജി സെഗ്മെൻറ്റിൽ 9.08, എനർജി സെഗ്മെൻറ്റിൽ 7%, മെറ്റീരിയൽ സെഗ്മെൻറ്റിൽ 6%. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അലോക്കേഷൻ. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസവും ഒക്ടോബർ മാസവും താരതമ്യം ചെയ്തുകൊണ്ട് ഇവരുടെ ആ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ വന്ന ഹോൾഡിങ്ങിൽ വന്ന നേരിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പുതിയ സ്റ്റോക്കുകളൊന്നും കാര്യമായിട്ട് ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഫ്രഷ് അഡീഷൻ നടന്നിട്ടുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അത് തന്നെ 0.01% നേരിയൊരു ബൈങ് മാത്രമാണ്. പുതുതായിട്ട് ഇവർ സെപ്റ്റംബർ മാസത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഒക്ടോബർ മാസത്തിൽ നടത്തിയിട്ടുള്ളത്. ബാക്കി പല സ്റ്റോക്കുകളിലും അവരുടെ ഹോൾഡിങ്ങിലുള്ള ബാക്കി 43 സ്റ്റോക്കുകളിൽ നേരിയ തോതിലുള്ള പൊസിഷൻ സൈസിങ് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനമായിട്ടും അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡറിൽ ഏറ്റവും അധികം വർദ്ധിപ്പിച്ചത് ആദ്യവും കുറവ് താഴോട്ടും എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിലാണ് ഇവർ ഏറ്റവും അധികം ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഭാരതി എയർടെൽ, ഭാരത് ഇലക്ട്രോണിക്സ്, ഇപ്ക ലബോറട്ടറീസ്, കോൾ ഇന്ത്യ, ICICI ബാങ്ക്, അതുപോലെ US സ്റ്റോക്കായിട്ടുള്ള ആൽഫബറ്റ്, അതുപോലെ HDFC ബാങ്ക്, മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, ITC ലിമിറ്റഡ്, അതുപോലെ ആമസോൺ എന്നീ സ്റ്റോക്കുകളിലാണ് ഇവർ നേരിയ തോതിലാണെങ്കിലും കഴിഞ്ഞ ഒരു മാസം അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഒരു 10 സ്റ്റോക്കുകളിൽ ഇവർ യാതൊരുവിധ ചേഞ്ചസും വരുത്തിയിട്ടില്ല. അത് നമ്പർ ഓഫ് സ്റ്റോക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് US സ്റ്റോക്കായിട്ടുള്ള മെറ്റ, അതുപോലെ ഇൻഫോസിസ്, ഹിൻഡാൽകോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, സ്വരാജ് എൻജിൻസ്, ബന്ധൻ ബാങ്ക്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, അതുപോലെ ടൈറ്റാൻ, അതുപോലെ DLF ഈ കമ്പനികളിലൊക്കെയാണ് ഇവർ യാതൊരുവിധ ചേഞ്ചസും വരുത്താതെ അവരുടെ പോർട്ട്ഫോളിയോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ടുള്ളത്. അതുപോലെ 22 സ്റ്റോക്കുകളിൽ ഇവരുടെ ഹോൾഡിങ് ഇവർ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നേരിയ തോതിലാണെങ്കിലും താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആ ഒരു ഏറ്റവും കൂടുതൽ ഇവർ സൈസ് കുറച്ചിട്ടുള്ള സ്റ്റോക്ക് ആദ്യം പറയുകയാണെങ്കിൽ ആ ഒരു ഓർഡറിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവർ സെല് ചെയ്തിട്ടുള്ളത് UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അതുപോലെ ബയോകോൺ, ഇൻഡർപ്രസ്റ്റ ഗ്യാസ്, ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അതുപോലെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, അതുപോലെ മാരുതി സുസുക്കി, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, ഈറ്റ് പാരി, ഇക്ര, CDSL, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, സൈഡസ് ലൈഫ് സയൻസ്, സിപ്ല, മൈക്രോസോഫ്റ്റ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, HCL ടെക്നോളജീസ്, ഡോക്ടർ D ലാബ്സ്, ബജാജ് ഹോൾഡിങ്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഇവർ നേരിയ തോതിലാണെങ്കിലും ചെറിയ തോതിലുള്ള സെല്ലിംഗ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുള്ള നേരിയ ചേഞ്ചസ്. അതായത് പുതുതായിട്ട് പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയോ പൂർണ്ണമായിട്ട് സ്റ്റോക്കുകൾ ഒഴിവാക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ് ഫണ്ടിൽ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് തുടരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഫണ്ടാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളൊരു ഫണ്ട്. കാരണം നിഫ്റ്റി
5% താഴോട്ട് പോയപ്പോൾ ഇത് 2% മാത്രമേ താഴോട്ട് പോയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു നേരിയ ഫോള് ഒരു അവസരമായി കണ്ടുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ സിപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഓവറോൾ റിട്ടേൺ കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ CAGR നോക്കിക്കഴിഞ്ഞാൽ ഇത് ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ടിൽ ഉൾപ്പെട്ട ഫണ്ടാണെന്ന് കൂടി നാം ഓർക്കുക. കൂടാതെ ഇതിൻ്റെ ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആവുന്ന കാര്യത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് വലിയ തോതിൽ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പരാഗ് പരീഖുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.